ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം. 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. പ്രിയ സഹോദരങ്ങളെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനു ഷരീഫിൻ്റെ രണ്ടാമത്തെ പകുതിയിലൂടെ, അഥവാ മഗ്ഫിറത്തിൻ്റെ 10ലൂടെയാണ് നാം ഓരോ വിശ്വാസികളും വ്രതാനുഷ്ഠാനത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആഗ്രഹിക്കുന്നത് പോലെ ലവലേശം പോലും പ്രതിഫലം നഷ്ടപ്പെടാത്ത വിധം അതിൻ്റെ പരിപൂർണതയിൽ പ്രതീക്ഷയോടെ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്ഷമ, അതാണ് വളരെ പ്രാധാന്യത്തോടെ വ്രതാനുഷ്ഠാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ഗുണപാഠം, അല്ലെങ്കിൽ റമളാൻ കൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു പുണ്യമാണ് ക്ഷമ എന്നുള്ളത്. തികച്ചും മനുഷ്യജീവിതത്തിലേറെ അനിവാര്യമായി ഉണ്ടാകേണ്ട ഒന്നാണ് ക്ഷമ. ക്ഷമിക്കാൻ കഴിയുമ്പോഴാണ് ഈ ഭൗതിക ലോകത്ത് സങ്കീർണതകളുടെ മധ്യത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലുണ്ടാകുമ്പോൾ അതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് മനോഹരമായ ഒരു ജീവിതം സാധ്യമാകണമെങ്കിൽ സ്വബർ അഥവാ ക്ഷമ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഇത് പരീക്ഷണങ്ങളുടെ ഒരു ലോകമാണ് ഭൗതികമായ ഈ ലോകം. വ്യത്യസ്ത രീതികളിലുള്ള പരീക്ഷണങ്ങളാണ് ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരിടാനുള്ളത്. സാമ്പത്തികമായി, ശാരീരികമായ രോഗങ്ങളിലൂടെ, അതുപ്രകാരം ഉറ്റവരും ഉടയവരും നമ്മെ പിരിയുമ്പോൾ, ഇങ്ങനെ വ്യത്യസ്ത രീതികളിൽ നമ്മളൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിൽ പരീക്ഷണങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ജീവിതം തന്നെ ഒരു പരീക്ഷണമാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം പല ഭാഗങ്ങളിൽ സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. നബലുവന്നക്കും അയ്യക്കും അഹ്സനും, അങ്ങനെ കാണാൻ കഴിയും. നിങ്ങളെ പരീക്ഷിക്കും, നിങ്ങൾ പ്രവർത്തനങ്ങളാൽ അത്യുന്നതരാരാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഈ തരത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ക്ഷമ കൂടെ ഉണ്ടാകണം. പുണ്യ റസൂൽ പറഞ്ഞു, അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. ക്ഷമിക്കുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ പകുതിയാണ്. ആ ഒരു ഗുണം നമുക്കുണ്ടെങ്കിലേ സമ്പൂർണ്ണ വിശ്വാസം സാധ്യമാകൂ എന്നർത്ഥം. നമുക്കറിയാമല്ലോ, പരിശുദ്ധ ബദർ ദിനം ഇവിടെ അടുത്തു വരികയാണ്. റമദാൻ 17-നാണ് ബദർ എന്ന് പറയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് മറക്കാൻ കഴിയാത്ത, പ്രവാചക കാലഘട്ടത്തിലെ ത്യാഗോജ്വലമായ അവിസ്മരണീയമായ ആ മഹാസംഭവത്തിന് സാക്ഷ്യം വഹിച്ചത് അന്നായിരുന്നു, റമദാൻ 17-നായിരുന്നു.
ബദറിൻ്റെ കഥ തന്നെ ക്ഷമയുടെ കഥകളാണ്. ബദർ നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങേയറ്റം സഹിച്ചു, ക്ഷമിച്ചു, സകലസ്വം സമർപ്പിക്കാനുള്ള ആ സമർപ്പണ ബോധത്തിൻ്റെ പ്രോജ്വലമായ ചിത്രങ്ങളാണ് ബദർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തൻ്റെ കൂടപ്പിറപ്പുകൾ, തൻ്റെ മാതാപിതാക്കൾ, തൻ്റെ ജീവിത പങ്കാളികൾ, ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന തൻ്റെ അരുമ മക്കൾ, ഒരു ഭാഗത്ത് ഈ ഒരു ആഗ്രഹം, ഈ ഒരു മാനസികമായി അവരോടുള്ള അടുപ്പം, ബന്ധം, അവരെ പിരിയുമ്പോഴുള്ള ആ മനസ്സിൻ്റെ നൊമ്പരം, ഇതൊക്കെ അവർക്കുമുണ്ടല്ലോ യഥാർത്ഥത്തിൽ. പക്ഷേ ഈ ഒരു ഘട്ടങ്ങളൊക്കെ താൽക്കാലം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമയോടെ മറന്നുകൊണ്ടാണ് ആയിരക്കണക്കിന് വരുന്ന സർവ്വസന്നാഹങ്ങളുമുള്ള ആളുകളുമായി അടർക്കളത്തിലേക്ക് ഇറങ്ങാനുള്ള ആദർശ സംരക്ഷണത്തിന് വേണ്ടി ആ ബദരീങ്ങളായ സ്വഹാബത്തിന് കഴിഞ്ഞത്. ഭൗതികമായ കാലത്ത് നമുക്കേറെ ഉണ്ടാകേണ്ടതും യഥാർത്ഥത്തിൽ ക്ഷമയാണ്. ആത്മഹത്യ കണക്കുകൾ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങൾ അപേക്ഷിച്ച് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലും, നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പോലും ഈ ആത്മഹത്യാ പ്രവണത നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. പ്രധാനമായ അതിൻ്റെ ഒരു കാരണം സഹിക്കാനുള്ളൊരു മനസ്സ്, ക്ഷമിക്കാനുള്ള ഒരു കരുത്ത്, അത് ആർജിക്കാതെ ഇന്ന് നമ്മളൊക്കെ വിഷാദത്തോടെ ജീവിക്കുന്ന, അത്യന്തം ആപൽകരമായ ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരുന്നു എന്നതാണ്. അള്ളാഹു പറഞ്ഞല്ലോ, ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. വിശ്വാസികൾക്ക് ഒരുപാട് പാഠങ്ങളും ഉദാഹരണങ്ങളും പഠിച്ചെടുക്കാനുണ്ട്, വായിക്കാനുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പലപ്പോഴും നമ്മൾ കേട്ടവരാണ്. അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയമായി പ്രവാചകന്മാരിൽ ഏറെ സഹിച്ച, വേദനിച്ച, രോഗിയായ ഒരു പ്രവാചകനായിരുന്നു. പരീക്ഷണത്തിൻ്റെ ഭാഗമായി വല്ലാത്ത സാഹചര്യത്തിലുള്ള രോഗങ്ങൾ ആ പ്രവാചകന് അള്ളാഹു നൽകി. സമ്പത്തും സന്താനങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. എന്തിനേറെ, റഹ്മത്ത് ബീവി എന്ന് പറയുന്ന മഹദി ഒഴിച്ചുള്ള കൂടെ സഞ്ചരിച്ചിരുന്ന സഹയാത്രികരൊക്കെ ഇട്ടേച്ചു പോയി. ആരാരുമില്ലാത്ത കാഠിന്യമുള്ള രോഗാവസ്ഥ. ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക, ആ മഹദി വല്ലാതെ പ്രയാസം സഹിച്ചു. നാടും നാട്ടുകാരും ഇട്ടേച്ചു പോയപ്പോഴും തൻ്റെ പ്രിയതമനെ നെഞ്ചോട് ചേർത്ത്, തൻ്റെ ജീവിതത്തെക്കാൾ സ്നേഹിച്ച്, ആ ഒരു ഘട്ടം വരെ തൻ്റെ കൂടെ സഞ്ചരിച്ച ആ പ്രിയപ്പെട്ടവന് താങ്ങും തണലുമായി റഹ്മത്തിന് നിൽക്കാൻ കഴിഞ്ഞതിൽ നമുക്കൊരു ക്ഷമ കാണാം, ഒരു കാരുണ്യം കാണാം. പ്രിയപ്പെട്ടവൻ ഗൾഫിൽ നിന്ന് ജോലിയെല്ലാം നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയിലായ ഭർത്താവിനെ വീട്ടിലേക്ക് കയറ്റുക പോലും ചെയ്യാത്ത ഭാര്യമാരുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണേണ്ടി വന്നു. എല്ലാത്തിനേക്കാളും അപ്പുറം സമ്പത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ റഹ്മത്ത് ബീവിയിൽ നമുക്ക് മാതൃകയുണ്ട്. ക്ഷമ വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാം രോഗാവസ്ഥയിലും ഒരു നിമിഷം പോലും അതിൻ്റെ പേരിൽ മനസ്സുകൊണ്ട് പരിതപിക്കാതെ, മാനസികമായി ഒരു പ്രയാസവും പ്രകടമാക്കാതെ, എല്ലാം സിട്ടാവിൽ അർപ്പിച്ചുകൊണ്ട് സാധ്യമാകുന്ന ആരാധനാ കർമ്മങ്ങളുമായി
സിട്ടാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് വീണ്ടും കഴിഞ്ഞു വന്നതാണ് അയ്യൂബ് നബിയുടെ ജീവിതത്തിൽ നമ്മളേറെ പകർത്തപ്പെടേണ്ടത്. അവസാനം അള്ളാഹുവിനെ സ്തുതിക്കാനുള്ള സാഹചര്യം പോലും നഷ്ടപ്പെടും വിധം രോഗാവസ്ഥ മൂർച്ഛിച്ചപ്പോഴാണ് തൻ്റെ നാവിന് പോലും ആ ഒരു സാഹചര്യം വരുന്നുവെന്ന ഭയത്തിൽ നിന്നാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ, ഇതുവരെ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞു, ഇനിയും ഞാൻ സഹിക്കാൻ സന്നദ്ധനാണ്. പക്ഷേ ഈ സമയം വരെ നിന്നെ വാഴ്ത്താനും തസ്ബീഹ് ചൊല്ലാനും തക്ബീർ ചൊല്ലാനും എനിക്ക് കഴിയുമായിരുന്നു. ആ ഒരു സാഹചര്യം ഇല്ലാതെ വരുമ്പോൾ അതെനിക്ക് അസഹനീയമായി തോന്നുകയാണ് എന്ന പ്രാർത്ഥനയിൽ അയ്യൂബ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു ആ പരീക്ഷണത്തിലുള്ള വിജയത്തിൻ്റെ സർട്ടിഫൈ ചെയ്യുകയാണ്. മാലാഖ വന്നു അയ്യൂബ് നബി അലൈഹി സ്വലാമിനോട് ഒരു കുളത്തിൽ നിന്ന് കുളിച്ചു കയറാൻ ആവശ്യപ്പെട്ടപ്പോൾ രോഗാവസ്ഥകളെല്ലാം മാറി പൂർവ്വസ്ഥിതിയിലുള്ള സുമുഖനും സുന്ദരനുമായ പഴയ രൂപത്തേക്കാൾ പ്രതാപത്തോടെ അള്ളാഹു നല്ല ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ചരിത്രത്തിൽ പലപ്പോഴും നമ്മൾ വായിച്ചവരാണ്. രോഗിയായ ഭർത്താവിന് അന്നം തേടിപ്പോയ റഹ്മത്ത് തിരിച്ചു വന്നപ്പോൾ തൻ്റെ ഭർത്താവാണ് എന്ന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധം പൂർവ്വ ജീവിതത്തിലേക്ക് അള്ളാഹു തിരിച്ചു കൊണ്ടുവന്ന അയ്യൂബ് നബി അലൈഹി സ്വലാം, അവരെക്കാൾ ക്ഷമയിൽ നമുക്ക് ആര് ഉദാഹരിക്കാൻ കഴിയും? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് ഭൗതികതയുടെ ഒരു ജീവിത വഴിയിലൂടെയാണ് നമ്മളുള്ളത്. ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും. ബിസിനസ് വേണ്ടത്ര പുരോഗതി ആർജിക്കാതെ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടാകും. നിങ്ങൾ ആലോചിക്കണം, എല്ലാം ഒരു പരീക്ഷണമാണ്. ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു വഴിയിലൂടെ അള്ളാഹു സമ്പത്ത് നൽകും. അള്ളാഹു കൈവിടില്ല എന്ന ബോധ്യം, ആ ബോധ്യത്തിൽ ക്ഷമയോടെ നമുക്ക് അത്തരം ഘട്ടങ്ങളെ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. വീട്ടിനകത്തലങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന സഹോദരിമാരുണ്ടാകും. ഭർത്തൃമാതാവും അതുപോലെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ ഭാര്യയും, അങ്ങനെയുള്ള പരസ്പര സഹോദരിമാർ, വീട്ടിലുള്ള മറ്റു സഹോദര ഭാര്യമാർ, എങ്ങനെയൊക്കെ സ്വാഭാവികമായി വീടുകളുടെ അകത്തലങ്ങളിലുണ്ടാകുന്ന സംസാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ പൂർവ്വകാലത്ത് അത്രമാത്രം ഗൗരവതരമല്ലെങ്കിലും ഒറ്റപ്പെട്ട വീടുകളിലെങ്കിലും ഇന്നും അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അത്തരം ഘട്ടങ്ങളിലെല്ലാം ക്ഷമയോടെ എല്ലാം സിട്ടാവിൽ അർപ്പിച്ചുകൊണ്ടുള്ള, എന്നാൽ പരസ്പരം കൂട്ടിപ്പിടിക്കാനുള്ള, എല്ലാവർക്കും സ്നേഹം പകർന്നു കൊടുത്ത് അത്തരം ഘട്ടങ്ങൾ അതിജീവിക്കാൻ അങ്ങനെയുള്ള സഹോദരിമാർക്കും കഴിയണം. ഉറ്റവരും ഉടയവരും വിട പറയുമ്പോൾ ആഘാതത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയാതെ ജീവന് തുല്യം സ്നേഹിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് പിരിയുന്നത് വല്ലാത്ത ഒരു രംഗമാണത്. ഒരുപക്ഷെ വാക്കുകളേക്കാളൊക്കെ അപ്പുറം അനുഭവത്തിലൂടെ നമ്മളത് മനസ്സിലാക്കുമ്പോൾ വല്ലാത്ത തീവ്രതയും വല്ലാത്ത ഭയാനകതയും അത്തരം ഘട്ടങ്ങളിലുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, ഉപ്പ, ഭാര്യ, ഭർത്താവ്, മക്കള്, ഇതെല്ലാം ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ഉള്ളപ്പോഴാണ് അവനുണ്ടാകുന്നത്, അവനാകുന്നത്. ഉമ്മയില്ലാത്ത ജീവിതത്തിന് അവനെന്ത് മധുരം. ഉപ്പയുടെ ഇടപെടലുകളും ഉപ്പയുടെ കരുതലും അതില്ലെങ്കിൽ ജീവിതത്തിനെന്ത് ചന്തം, ഒന്നുമില്ല. ജീവിതത്തിൽ കൂടെ സഞ്ചരിക്കുന്ന പ്രിയതമൻ്റെ ആ പാതി, ജീവിതത്തിൻ്റെ പാതി എന്ന് നമ്മൾ പറയുന്ന, ഒരുപക്ഷെ പാതിയല്ല, ജീവിതത്തിൻ്റെ മുഴുവനും അവനോ അവളോ ആകും. അത്രമേൽ നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തിയ പ്രിയപ്പെട്ടവരുടെ യാത്ര, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ വിയോഗം,
ഇതൊക്കെ ഒന്നല്ലെങ്കിൽ ഓരോ ഘട്ടങ്ങളിൽ നമുക്ക് വരാനുള്ളതാണ്. എല്ലാവർക്കും വന്നേ മതിയാകൂ. ഈ പ്രപഞ്ചത്തിൽ അങ്ങനെയാണ് നിയമം, അങ്ങനെയാണ് അള്ളാഹു കണക്ക് കൂട്ടിയത്. സമയമാകുമ്പോൾ ഓരോ ആളുകളും ഓരോ രീതിയിൽ ഇവിടെ നിന്ന് വിട പറഞ്ഞേ മതിയാകൂ. ഏത് ഘട്ടങ്ങൾ വരുമ്പോഴും അവിടെയെല്ലാം ക്ഷമയോടെ നമ്മൾ നേരിട്ടാൽ നമുക്ക് ലഭ്യമാകുന്ന പ്രതിഫലം ആസിയ ബീബി റളിയല്ലാഹു അൻഹായുടെ പ്രതിഫലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്ഷമക്ക് അങ്ങനെയാണ്. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ നമ്രൂദിനെ ഫറോവയെ തള്ളി വിശ്വാസത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് ഈ പാതയിലേക്ക് വന്നതിന് പേരിൽ ദുഷ്ടനായ ഫറോവയുടെ ക്രൂരമായ ചെയ്തികൾക്ക് വിധേയമായി അവസാനം ഇത്തരം വേദികളിൽ പറയാൻ കഴിയുക പോലും പറ്റാത്ത വിധമുള്ള പീഡനങ്ങൾക്ക് വിധേയമായി ആ സമയത്തും അള്ളാഹ് എന്നുള്ള സെട്ടാവിൽ അർപ്പിച്ചുകൊണ്ട് ജീവിതം അള്ളാഹുവിൽ സമർപ്പിച്ചപ്പോൾ അവർക്ക് നാളെ ലഭ്യമാകുന്ന ഒരു പ്രതിഫലമുണ്ട്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് ഇങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും അവിടെയെല്ലാം ക്ഷമയോടെ അത്തരം ഘട്ടങ്ങളെ തരണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ വല്ലാത്തൊരു പ്രതിഫലം. ആ ഒരു ക്ഷമയുടെ പ്രചോദനമാണ് വിശുദ്ധ റമളാൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രഭാതം മുതൽ അന്നപാനീയങ്ങളില്ലാതെ വികാര വിചാരങ്ങളില്ലാതെ എല്ലാം ആഗ്രഹമുണ്ട്, ആവശ്യമില്ലാഞ്ഞിട്ടല്ല. വിശപ്പിൻ്റെ വെളിയാളമുണ്ടാകാറുണ്ട്. നല്ല ഭക്ഷണം കാണുമ്പോൾ അറിയാതെ മനസ്സതിലേക്ക് താല്പര്യത്തോടെ നോക്കിപ്പോകാറുണ്ട്. തൻ്റെ പ്രിയപ്പെട്ടവർ കൂടെയുള്ളപ്പോൾ ഭൗതികമായ ജീവിതത്തിൽ എല്ലാ ആസ്വാദനങ്ങൾക്കും ആഗ്രഹമുണ്ടാകാറുണ്ട്. പക്ഷെ എല്ലാം നമ്മുടെ മുന്നിൽ മനസ്സുകൊണ്ട് നമ്മളതെല്ലാം തടയുന്നത് അതിനേക്കാളൊക്കെ അപ്പുറം അള്ളാഹ് എന്നുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാകുമ്പോഴാണ്. അതിൻ്റെ പേരിലാണ്, ഉള്ളതിൻ്റെ പേരിലാണ്. ആ മാനസികമായ ആ ഒരു ഒരുക്കത്തിന് ക്ഷമ അനിവാര്യമാണ്. അപ്പോൾ ഈ ക്ഷമയാണ് വിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും വലിയ, അതിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ പകർത്തിയെടുക്കാനുള്ള അതിന് പ്രാക്ടിക്കൽ കളരിയായി നമുക്ക് റമളാൻ ഷരീഫിനെ കാണാൻ കഴിയും. അതുകൊണ്ട് എല്ലാ പ്രയാസഘട്ടങ്ങളിലും ക്ഷമാപൂർവ്വം നേരിടാൻ കാരുണ്യവാനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.